എല്ലാവർക്കും നമസ്കാരം. 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റിൻ്റെ 5th യൂണിറ്റായ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പാഠത്തിൽ നമ്മൾ ജനസംഖ്യാ പ്രവണതകൾ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യാ രീതികളും ജനസംഖ്യ കൂടുന്നതിനെ പറ്റിയും അതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റിയുമൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാഠത്തിലേക്ക് കടക്കാം. ആദ്യമായി നമുക്കൊരു ഗ്ലോബിൻ്റെ ചിത്രവും കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസും തന്നിരിക്കുന്നു. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഓവർ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ, പോപ്പുലേഷൻ വേഴ്സസ് ഫുഡ് സെക്യൂരിറ്റി. അതായത് ഇന്ത്യയിലെ അമിത ജനസംഖ്യയും ഭക്ഷ്യോൽപാദന ശേഷിയും നേർക്കുനേർ എന്നാണ് അതിൻ്റെ മലയാളം. അടുത്തതായി രണ്ടാമത്തേത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇൻ ഇന്ത്യ ഫേസസ് ഇൻക്രീസിംഗ് പോവർട്ടി ആൻഡ് മാൽ ന്യൂട്രീഷൻ. അതായത് ഇന്ത്യയിലെ കുതിച്ചുയരുന്ന ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യവും പോഷകക്കുറവും അഭിമുഖീകരിക്കുന്നു. മൂന്നാമത്തേത് മോസ്റ്റ് പോപ്പുലസ് കൺട്രി, വിൽ ഇന്ത്യ ബി ഹാപ്പി ഓർ നെർവസ്. ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ സന്തോഷിക്കുമോ പരിഭ്രമിക്കുമോ. അടുത്തതായി പോപ്പുലേഷൻ ഇൻ ഇന്ത്യ, മില്യൺസ് മൈഗ്രേറ്റ് ടു ബിഗ് സിറ്റീസ് ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇന്ത്യയിലെ ജനസംഖ്യ തൊഴിൽ പ്രതിസന്ധി ദശലക്ഷക്കണക്കിന് ആളുകളെ വലിയ നഗരങ്ങളിലേക്ക് നയിക്കുന്നു. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഹാസ് ക്രിയേറ്റഡ് ഫാർ റീച്ചിങ് ക്രൈസിസ് ഇൻ ദ ഹെൽത്ത് സെക്ടർ ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ജനസംഖ്യാ വർധനവ് ആരോഗ്യ മേഖലയിലും ജീവിത ഗുണനിലവാരത്തിലും ദൂരവ്യാപകമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ലാസ്റ്റ്, പോപ്പുലേഷൻ ഇൻ ഇന്ത്യ അലാമിംഗ് ഇഷ്യൂ. ഇന്ത്യയിലെ ജനസംഖ്യ കുഴയ്ക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവിടെ ന്യൂസ് ഹെഡ്ലൈൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. യു ഹാവ് റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ്. നിങ്ങൾ ഈ ന്യൂസ് ഹെഡ്ലൈൻസ് ഒക്കെ വായിച്ചല്ലോ. ദേ ഓൾ ഇൻഡിക്കേറ്റ് ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഗ്രോത്തിനെ പറ്റിയാണ്. വാട്ട് പ്രോബ്ലംസ് അറൈസസ് വെൻ ദ പോപ്പുലേഷൻ ഇൻക്രീസസ്. അതായത് പോപ്പുലേഷൻ കൂടുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, അതാണ് നമുക്കവിടെ ഒരു ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അവിടെ 2-3 പോയിന്റുകൾ തന്നിരിക്കുന്നു. പോവർട്ടി എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ, സ്റ്റാർവേഷൻ പട്ടിണി എന്നിവയാണ് അവിടെ പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് 2 പോയിന്റ് കൂടെ ചേർക്കാം. മാൽ ന്യൂട്രീഷൻ പോഷകാഹാരക്കുറവ്, മൈഗ്രേഷൻ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ തൊഴിലിനായിട്ടും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്ത് നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കേണ്ടി വരും. അതിനെയാണ് മൈഗ്രേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. ഇനി അടുത്തതായി എന്താണ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ആൻ ഏരിയ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. അതായത് ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒരു കാലയളവിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം. അപ്പോൾ എന്താണ് പോപ്പുലേഷൻ എന്നൂടെ നോക്കാം. പോപ്പുലേഷൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ആൻ ഏരിയ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ എന്താണ്? പോപ്പുലേഷൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ആൻ ഏരിയ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ നമ്മുടെ ഈ ന്യൂസ് ഹെഡ്ലൈൻസിലെല്ലാം തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ജനസംഖ്യ വർദ്ധിക്കുന്നത് മൂലം നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകും. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിരമായ വികസനം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന വികസനം അത് നേടിയെടുക്കാൻ നമ്മുടെ ജനസംഖ്യയെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ടോ? ഭൂമിയിലെ ലഭ്യമായ വിഭവങ്ങൾക്ക് ആനുപാതികമായ ജനസംഖ്യയെ നിയന്ത്രിക്കേണ്ട ആവശ്യകത എന്നീ കാര്യങ്ങളാണ് നമ്മുടെ ഈ ന്യൂസ് ഹെഡ്ലൈൻസിലായിട്ട് തന്നിരിക്കുന്നത്. According to the United Nations Population Fund UNFPA report of 2023, the world population is 804.5 crores and India's population is 142.86 crores. എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ എന്ന് പറയുന്നത് 804.5 കോടിയും ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 142.86 കോടിയുമാണ്. അതായത് അവിടെ നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. The world population and India's population. According to the United Nations Population Fund UNFPA reports of 2023, the world population is 804.5 crores and India's population is 142.86 crores. ഒരു രാജ്യത്തിൻ്റെ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തീരുമാനിക്കുന്നത് അവിടുത്തെ പോപ്പുലേഷൻ ഡേറ്റയെ അടിസ്ഥാനമാക്കിയാണ്. പോപ്പുലേഷൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബർത്ത് റേറ്റ് ഉണ്ട്, ഡെത്ത് റേറ്റ് ഉണ്ട്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്,
ഏജ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് പോപ്പുലേഷൻ ഡേറ്റ എന്ന് പറയുന്നത്. ഈ പോപ്പുലേഷൻ ഡേറ്റയാണ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തീരുമാനിക്കുന്നതിൽ അല്ലെങ്കിൽ അത് നിർണ്ണയിക്കുന്നതിന് നയിക്കുന്നത്. അപ്പോൾ എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് ചോദിച്ചാൽ, ദ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഓഫ് എ കൺട്രി ഓർ റീജിയൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് പോപ്പുലേഷൻ ഡേറ്റ. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ്, ഏജ് സ്ട്രക്ചർ എക്സെട്ര. അവിടെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഹൗ ദ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഓഫ് എ കൺട്രി ഓർ റീജിയൻ ഈസ് ഡിറ്റർമിൻഡ്. അപ്പോൾ അതിന്റെ ആൻസർ ഒന്നുകൂടെ നോക്കാം. ദ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഓഫ് എ കൺട്രി ഓർ റീജിയൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് പോപ്പുലേഷൻ ഡേറ്റ. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ്, ഏജ് സ്ട്രക്ചർ എക്സെട്ര. അപ്പോൾ ഈ ജനസംഖ്യയെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അതായത് ജനസംഖ്യ ഘടന നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അടുത്തതായി ഡെമോഗ്രാഫി എന്താണെന്ന് നോക്കാം. ഡെമോഗ്രാഫി എന്ന് പറഞ്ഞാൽ ജനസംഖ്യാശാസ്ത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. ഡെമോഗ്രാഫി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പോപ്പുലേഷൻ സ്ട്രക്ചർ സച്ച് ആസ് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അതായത് ഡെമോക്രസി എന്ന് പറയുന്നത് ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങിയ ജനസംഖ്യാ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് ഡെമോക്രസി. അപ്പോൾ ഡെമോഗ്രഫിയുടെ ബാക്കി നോക്കാം. ഡെമോഗ്രഫി അനലൈസസ് ദ ഡൈവേഴ്സ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ആൻ ഏരിയ ആൻഡ് ഇറ്റ്സ് സ്ട്രക്ചറൽ ചേഞ്ചസ്. എന്ന് പറഞ്ഞാൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ വൈവിധ്യമാർന്ന മാനുഷിക വിഭവങ്ങളെയും അതിൻ്റെ ഘടനാപരമായ മാറ്റങ്ങളെയും ജനസംഖ്യാശാസ്ത്രം വിശകലനം ചെയ്യുന്നു. അതേപോലെ തന്നെ ഡെമോഗ്രഫി ഈസ് എ ഡീറ്റെയിൽഡ് മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് ഹൗ ദീസ് ഹ്യൂമൻ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് എ സൊസൈറ്റി. എന്ന് പറഞ്ഞാൽ ഈ മാനുഷിക വിഭവങ്ങളെ ഒരു സമൂഹത്തിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്താമെന്നുള്ള വിശദമായ പഠന രീതിയാണ് ഡെമോഗ്രഫി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഡെമോഗ്രഫിയെ പറ്റി ഒന്നും കൂടെ പറയാം. ഡെമോഗ്രഫി അനലൈസസ് ദ ഡൈവേഴ്സ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ആൻ ഏരിയ ആൻഡ് ഇറ്റ്സ് സ്ട്രക്ചറൽ ചേഞ്ചസ്. Demography is detailed method of studying how these human resources can be utilized for the development of a society. അടുത്തതായിട്ട് ഡെമോഗ്രഫി ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. ഡെമോഗ്രഫി എന്ന് പറയുന്നത് ചിട്ടയായിട്ടുള്ള ഒരു ജനസംഖ്യ പഠനമാണ്. The word is a combination of the Greek words demos, people and graphin, define. എന്ന് പറഞ്ഞാൽ ഡെമോഗ്രഫി എന്ന് പറയുന്ന വാക്ക് 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഡെമോസ് അതായത് ജനങ്ങൾ എന്നും ഗ്രാഫിൻ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക എന്നുമാണ്. അപ്പോൾ ഇത് ചേർന്നാണ് ഡെമോഗ്രഫി എന്ന് പറയുന്ന വാക്കുണ്ടായിരിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളെക്കുറിച്ചുള്ള വിവരണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇറ്റ് സ്റ്റഡീസ് ട്രെൻഡ്സ് ആൻഡ് പ്രോസസ്സസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ. എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രവണതകളെയും പ്രക്രിയകളെയും കുറിച്ച് ഇത് പഠിക്കുന്നു. അടുത്തതായി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസസ് പോപ്പുലേഷൻ സൈസ് ആർ ബർത്ത്, ഡെത്ത്, മൈഗ്രേഷൻ എക്സെട്ര. അതായത് പോപ്പുലേഷന്റെ സൈസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ബർത്ത്, ഡെത്ത്, മൈഗ്രേഷൻ എന്നിവയാണ്. ദ സൈസ് ഓഫ് പോപ്പുലേഷൻ ഓഫ് ആൻ ഏരിയ ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ മെഷേഴ്സ് ഓഫ് ദ എബോവ് ആസ്പെക്ട്സ്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ വലുപ്പത്തിന് മാറ്റമുണ്ടാകുന്നത് ഇവയുടെ അളവിനനുസരിച്ചാണ്. അതായത് മുമ്പ് നമ്മൾ പറഞ്ഞ ഈ ജനനം, മരണം, കുടിയേറ്റം എന്നിവയുടെ അളവിനനുസരിച്ച് അവിടുത്തെ ജനസംഖ്യയുടെ വലുപ്പത്തിന് മാറ്റം ഉണ്ടാകുന്നു. അടുത്തതായി the structure and composition of the population of an area is taken into consideration on accounts of age structure, male female ratio, dependent ratio etc. അതായത് ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ ഘടനയെയും ക്രമീകരണത്തെയും മനസ്സിലാക്കുന്നത് അവിടെയുള്ളവരുടെ പ്രായത്തിന്റെ ഘടന, സ്ത്രീ പുരുഷ അനുപാതം, ആശ്രിത അനുപാതം തുടങ്ങിയവ കണക്കിലെടുത്തുകൊണ്ടാണ്. All population studies are carried out on the basis of systematic data collection of people living in an area through survey, census, etc. അതായത് നമ്മുടെ ജനസംഖ്യയെ പറ്റിയുള്ള ഒരു പഠനം നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു ഡേറ്റ കളക്ഷൻ ഉണ്ടാവണം. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡേറ്റ കളക്ഷൻ ഉണ്ടാവണം. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് സർവേകളും സെൻസസുകളുമാണ്. അപ്പോൾ ഇത്രയുമാണ് ഡെമോഗ്രഫിയെ പറ്റി പറയാനുള്ളത്.
അപ്പോൾ ഡെമോഗ്രഫി നമുക്ക് ആദ്യമായിട്ട് ഒന്നുകൂടെ പറയാം. ഡെമോഗ്രഫി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പോപ്പുലേഷൻ സ്ട്രക്ചർ സച്ച് ആസ് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ്, മൈഗ്രേഷൻ ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി. Demography analyzes the diverse human resources of an area and its structural changes. Demography is a detailed method of studying how these human resources can be utilized for the development of a society. Demography is the systematic study of population. This word is combination of the Greek words demos and graphin. It refers to the description of the people. It studies trends and processes related to population. Factors that influence the population size are birth, death, migration, etc. The size of population of an area changes according to the measures of the above aspects. The structure and composition of the population of an area is taken into consideration on account of age structure, male-female ratio, dependent ratio, etc. All population studies are carried out on the basis of systematic data collection of the people living in an area through survey, census, etc. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ. അടുത്തതായി ഡെമോഗ്രഫിക്ക് രണ്ട് ബ്രാഞ്ചുകളാണുള്ളത്, സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഫോമൽ ഡെമോഗ്രഫി. സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഫോമൽ ഡെമോഗ്രഫി ആർ ദ ടു ബ്രാഞ്ചസ് ഓഫ് ഡെമോഗ്രഫി. അപ്പോൾ നമുക്ക് ആദ്യമേ സോഷ്യൽ ഡെമോഗ്രഫി എന്താണെന്ന് നോക്കാം. സോഷ്യൽ ഡെമോഗ്രഫി ഇൻവെസ്റ്റിഗേറ്റ്സ് ദ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഇറ്റ്സ് കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ചേഞ്ചസ്. ഇറ്റ് എംഫസൈസസ് ദ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പാറ്റേൺസ് ഓഫ് എ റീജിയൻ. എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത് ജനസംഖ്യയുടെ ഘടനയെയും അവയുടെ മാറ്റത്തിന്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും അന്വേഷിക്കുന്നു. ഒരു പ്രദേശത്തെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തികമായ രീതികൾക്ക് പ്രാധാന്യം നൽകുന്നു. അപ്പോൾ ഇതാണ് സോഷ്യൽ ഡെമോഗ്രഫി. ഇനി ഫോമൽ ഡെമോഗ്രഫി എന്താണെന്ന് നോക്കാം. Formal demography measures and analyzes the factors of population change. Census is an example of a formal demographic study. It collects and analyzes data on population size, age structure, gender ratio and the socio-economic status of the country. എന്ന് പറഞ്ഞാൽ ഫോമൽ ഡെമോഗ്രഫി ജനസംഖ്യാ മാറ്റത്തിന്റെ ഘടകങ്ങളെ അളക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ഫോമലായിട്ടുള്ള ജനസംഖ്യാശാസ്ത്ര പഠനത്തിന്റെ ഉദാഹരണമാണ് സെൻസസ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ എണ്ണം, പ്രായഘടന, സ്ത്രീ പുരുഷ അനുപാതം, സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു. അതാണ് ഫോമൽ ഡെമോഗ്രഫി. അപ്പോൾ സോഷ്യൽ ഡെമോഗ്രഫിയും ഫോമൽ ഡെമോഗ്രഫിയും നമുക്ക് പഠിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ജനസംഖ്യാ നിർണ്ണയത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു സംവിധാനമാണ് സെൻസസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ സെൻസസ് നടത്തുന്നത് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഇന്ത്യയുടേതാണ്. സാധാരണയായിട്ട് 10 വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിലെ സെൻസസ് നടന്നു വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. സെൻസസ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ആർ ഹെഡഡ് ബൈ ദ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. India has the largest census in the world. Census is usually considered once in 10 years in India. അപ്പോൾ അടുത്ത ചോദ്യം അവിടെ തന്നിരിക്കുന്നു. When was the സെൻസസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എപ്പോഴാണ് സെൻസസ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ചോദ്യം. ആ ചോദ്യം ഒരു കുഴയ്ക്കുന്ന ചോദ്യമാണ്. അതിന് രണ്ട് ഉത്തരങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇന്ത്യസ് ഫസ്റ്റ് സെൻസസ് വാസ് കണ്ടക്റ്റഡ് ഇൻ 1872 ബട്ട് ഇറ്റ് വാസ് നോട്ട് കോംപ്രിഹെൻസീവ്. അതായത് കോംപ്രിഹെൻസീവ് അല്ലാത്ത ഒരു സെൻസസ് 1872 നടന്നിരുന്നു. ദ ഫസ്റ്റ് കംപ്ലീറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് സെൻസസ് വാസ് കണ്ടക്റ്റഡ് ഇൻ 1881. അതായത് ആദ്യത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെൻസസ് നടന്നത് 1881. അടുത്ത ചോദ്യം, വെൻ വാസ് ദ ലാസ്റ്റ് സെൻസസ് കണ്ടക്റ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നടന്ന അവസാനത്തെ സെൻസസ് ഏതാണ് എന്നാണ് ചോദ്യം. ദ ലാസ്റ്റ് സെൻസസ് വാസ് കണ്ടക്റ്റഡ് ഇൻ 2011. ഇറ്റ് വാസ് ദ 15th ഇന്ത്യൻ സെൻസസ്. അതായത് അവസാനമായിട്ട് സെൻസസ് നടന്നത് 2011. അത് 15ാമത്തെ സെൻസസ് ആണ്. അപ്പോൾ 2011 ശേഷം 2021 10 വർഷത്തിന് ശേഷം നടക്കേണ്ടതാണ്. അന്ന് കൊറോണ ആയത് കാരണമാണ് സെൻസസ് നടക്കാതെ പോയത്. അടുത്തതായി ഇന്ത്യസ് പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു ഗ്രാഫും ഒരു ടേബിളും നമുക്ക് തന്നിരിക്കുന്നു. അതിൽ നോക്കിയിട്ട് നമുക്ക് പ്രിപ്പയർ എ നോട്ട് ഓൺ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ ബൈ ഒബ്സർവിംഗ് ദ ഗിവൺ ടേബിൾ ആൻഡ് ഗ്രാഫ്. അതായത് തന്നിരിക്കുന്ന ടേബിളിന്റെ ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പോപ്പുലേഷനെ സംബന്ധിക്കുന്ന ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
ഇവിടെ ഗ്രാഫിൽ തന്നിരിക്കുന്ന വിവരങ്ങളും മറ്റു വിവരങ്ങളൂടെ ചേർത്തിട്ടാണ് ഞാൻ നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഞാനൊന്ന് വായിക്കാം. ഇന്ത്യസ് പോപ്പുലേഷൻ ഗ്രോത്ത് ഹാസ് ബീൻ എ സിഗ്നിഫിക്കൻറ്റ് കൺസേൺ ഓഫ് ഡിക്കേഡ്സ്. ഹിയർ ഈസ് ആൻ ഓവർവ്യൂ. Population growth rate. India's population growth rate has declined in recent years, but it remains one of the fastest growing countries. 1951-1961 2.2% annual growth rate. 1961-1971 2.5% annual growth. 1971-1981 2.1% annual growth. 1981-1991 2.1% annual growth. 1991-2001 1.9 annual growth rate. 2001-2011 1.7 ആനുവൽ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജനസംഖ്യാ വളർച്ച കുറഞ്ഞു വരികയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവും. അടുത്തത് നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ നോക്കാം. 1951 361 million, 1961 439 million, 1971 548 million, 1981 683 million, 1991 844 million, 2001 1.028 billion, 2011 1.210 billion. അടുത്തതായി പോപ്പുലേഷൻ ഡെൻസിറ്റി. 1951 117 people per square kilometer. 1961 142, 1971 170, 1981 214, 1991 257, 2001 312, 2011 382. അടുത്തതായി സ്റ്റേറ്റ് വൈസ് പോപ്പുലേഷൻ. ടോപ്പ് 5 മോസ്റ്റ് പോപ്പുലസ് റേറ്റ്സ്. ഫസ്റ്റ് വൺ ഉത്തർപ്രദേശ് 230 million, മഹാരാഷ്ട്ര 123 million, ബീഹാർ 123 million, വെസ്റ്റ് ബംഗാൾ 102 million, ആന്ധ്രാപ്രദേശ് 90 million. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസറായിട്ട് തന്നിരിക്കുന്നത്. അടുത്തതായി ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് ആണ്. സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെമോഗ്രഫി എന്നുള്ളതാണ്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. അടുത്ത പേജിൽ ലെറ്റ്സ് ഗെറ്റ് ഫെമിലൈസ്ഡ് വിത്ത് ദ ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി. ഡെമോഗ്രഫിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഡെമോഗ്രഫിയുടെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് മൈഗ്രേഷൻ, അതായത് കുടിയേറ്റമാണ്. ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ജനന മരണ നിരക്കുകളാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി അത് ജനസാന്ദ്രതയാണ്. ഫീമെയിൽ മെയിൽ റേഷ്യോ ആൻഡ് ചൈൽഡ് സെക്സ് റേഷ്യോ, അതായത് സ്ത്രീ പുരുഷ അനുപാതം. അടുത്തതായി ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ ആയുർദൈർഘ്യം എന്നാണ്, അതായത് നമ്മുടെ ജീവിത കാലഘട്ടം, അതിനെയാണ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അടുത്തത് ഏജ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ പ്രായഘടന. അടുത്തതായിട്ട് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് വെച്ചാൽ നമ്മുടെ ആശ്രിത അനുപാതം. അപ്പോൾ ഇത്രയുമാണ് ഡെമോഗ്രഫിയുടെ ഇൻഡിക്കേറ്റേഴ്സ്. ഇതോരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.